സിനിമ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് എല്ലാവർക്കും എവിടെ ചെന്നാലും നല്ല സ്വീകരണവും മറ്റേതും മറിച്ച് എല്ലാ കാര്യം. പൃഥ്വിരാജൻ നേരിട്ട് ഞാൻ കാണുന്ന അന്നാണ്. നല്ല നല്ല നമ്മൾ നല്ല രീതിയിലുള്ള സംസാരങ്ങളും മറ്റേതും മറിച്ചതൊക്കെ ആയിരുന്നു. നമ്മളാരും ഉദ്ദേശിക്കാത്തൊരു സംഭവമായിരുന്നു ഇത്. ഈ ഇങ്ങനെയൊക്കെ ആവുമെന്നും പിന്നെ നമ്മൾ തിരിച്ച് ബഹ്റൈനിൽ പോയി കഴിഞ്ഞ് ഇങ്ങനെ കഥ എഴുതുമെന്നും ഇങ്ങനെ സിനിമ ആവുമെന്നും ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ലല്ലേ. പുള്ളിയേട്ടനും കണ്ടില്ലെങ്കിൽ ബെന്യാമിൻ സാറിനെ ഒരിക്കലും നമ്മൾ കാണത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു ഇതായിരുന്നു. സിനിമ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ഞാനിപ്പോൾ 10-20 കൊല്ലം ബഹ്റൈനിലൊക്കെ നിന്നെങ്കിലും എൻ്റെ വൈഫിനെ ഗൾഫ് രാജ്യമൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയാൽ പിന്നെ ഞങ്ങളെ ഫാമിലി മൊത്തം എല്ലാവരും ഒന്നിച്ച് ഒരാഴ്ച അടുത്ത ദുബായ് യാത്രയുണ്ടായിരുന്നു. അവിടെ പോയി എല്ലാവരുമായിട്ട് പ്രോഗ്രാമുകളും മറ്റൊന്നും പരിപാടികളും. അപ്പോൾ അവർക്കെല്ലാം എന്തൊരു വലിയൊരു ആവേശമായിരുന്നു. എൻ്റെ ഫാമിലിക്ക് മൊത്തമല്ല, ഞങ്ങളെല്ലാവരും ഒന്നിച്ചൊരു പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് പിന്നെ എനിക്കും വൈഫും ഞങ്ങൾ രണ്ടുകൂടെ ബഹ്റൈനിൽ പോയി. അങ്ങനെ അവർ 2 സ്ഥലത്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള നല്ലൊരു അവസരം കിട്ടി. ആ സിനിമ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അനുഭവിച്ച കാര്യമായതുകൊണ്ട് എല്ലാവർക്കും എവിടെ ചെന്നാലും നല്ല സ്വീകരണവും മറ്റേതും മറിച്ച് എല്ലാ കാര്യം. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്ന് വരെ 2 സിനിമ ഇറങ്ങി ഞാനിപ്പോൾ ഒരാഴ്ചയുള്ളൂ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പഴയ പണിക്കൊക്കെ പോകാനെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാർ വിളിക്കുന്നത് നല്ല കഷ്ടപ്പെട്ട പണികളൊന്നും അല്ല. അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ വരികയും എല്ലാം ചെയ്യാം, എല്ലാവരെയും കാണുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ദൂരെയൊക്കെ ഒരുപാട് ആൾക്കാർ പണിക്കൊക്കെ ഓഫർ ചെയ്തു. എന്നാലും നമ്മൾ സ്വന്തം ഫാമിലി വിട്ടിട്ട് ഇനിയും ഒരിടത്തോട്ട് പോകാനൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിലൊന്നും പോകാൻ നിൽക്കുന്നത്. ഇത് നമുക്കിപ്പോൾ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തൊരു ജോലിയാണ്. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇതുപോലൊക്കെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു അപ്പോൾ ഇത് മരുഭൂമിയിൽ ജോലി ചെയ്ത ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച്. ഇപ്പോൾ എൻ്റെ മാത്രം സിനിമ ആയി അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു. ഞങ്ങളുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ വിവരങ്ങളൊന്നും ആരും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പം അതുകൊണ്ട് ജനങ്ങൾ മൊത്തം എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ അറിഞ്ഞല്ലോ. ഇപ്പം പോകുന്നവർക്കൊക്കെ നല്ല സുഖമാണ്. കാരണം നമ്മൾ മൊബൈലുമായിട്ടല്ലേ ഇപ്പം പോകുന്നത്. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഇന്ന് പോകുന്നവർ ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ കൊണ്ടുപോകാനുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരാൻ താമസിച്ചാൽ നമ്മൾ ആരെങ്കിലും അറബികൾ കൊണ്ടുപോകാൻ പറഞ്ഞു വന്നാൽ അങ്ങ് കയറി പോകുന്നതൊക്കെ സമയമൊക്കെ ആയിരുന്നു അന്ന്. പൃഥ്വിരാജ് സാറ് നല്ല ആദ്യമായിട്ട് നമ്മളെ കാണുന്ന ആ ഒരു രംഗം അന്നാ. പൃഥ്വിരാജൻ നേരിട്ട് ഞാൻ കാണുന്ന അന്നാണ്. അങ്ങനെ നല്ല നല്ല നമ്മൾ നല്ല രീതിയിലുള്ള സംസാരങ്ങളും മറ്റേതും മറിച്ചതൊക്കെ ആയിരുന്നു. നല്ല ഇതായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒരു ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ എന്നെ വിളിച്ച് ഇതുപോലെ പൃഥ്വിരാജ് സാറുമായിട്ടുള്ള ഇൻ്റർവ്യൂ എന്തോ ഒരു അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നെന്ന് പറഞ്ഞ് ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഇതുപോലൊരു ഇൻ്റർവ്യൂ പൃഥ്വിരാജ് സാറിൻ്റെ ആ ചോദ്യങ്ങളും ഒക്കെ നല്ല ഇതായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നു എല്ലാവരും ഒത്തിരി ആൾക്കാർ വിളിച്ച്. നമ്മൾ ഉദ്ദേശിക്കാതെ 2 പേര് കുറച്ച് പൈസ തന്നു. അങ്ങനെയാണ് ഇപ്പോൾ വസ്തു ഞാൻ മേടിച്ചത്. ഒരുപാട് പരിപാടിക്ക് ഇപ്പോൾ പോയിട്ടുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം, മലപ്പുറം, ആലപ്പുഴ എല്ലായിടവും പോയിട്ടുണ്ട്. അങ്ങനെ അവർ എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ 5-6 ലക്ഷം രൂപ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളാരും ഉദ്ദേശിക്കാത്തൊരു സംഭവമായിരുന്നു ഇത്. ഈ ഇങ്ങനെയൊക്കെ ആവുമെന്നും നമ്മൾ തിരിച്ച് ബഹ്റൈനിൽ പോയി കഴിഞ്ഞ് ഇങ്ങനെ കഥ എഴുതുമെന്നും ഇങ്ങനെ സിനിമ ആവുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ലല്ലോ. ഇതെല്ലാം ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ മതി. അന്നേരം സംഭവിച്ചില്ല. ഇപ്പോൾ ബഹ്റൈനിൽ ചെന്നപ്പോൾ പൃഥ്വിരാജ് സാറിനെ കണ്ടുമുട്ടാനും ജോലിക്ക് വേണ്ടി പോകുമ്പോൾ സുല്ലെന്നുള്ളൊരു മാവേലിക്കര നമ്മളെ ഒരു അളിയൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ കാണാനും പുള്ളിയായിട്ടിങ്ങനെ സംസാരിക്കാനും ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ചെല്ലുന്ന സമയത്താണല്ലോ പുള്ളിയുടെ പുള്ളി ചെന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചാണല്ലോ ബെന്യാമിൻ സാറിനെ കണ്ടുമുട്ടുന്നതും ഞങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതും എല്ലാം സുല്ല പരിചയപ്പെടുത്തി തന്നേക്ക്. അപ്പോൾ അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് ഈ സുല്ലേട്ടനാണ്. സുല്ലേട്ടനും കണ്ടില്ലെങ്കിൽ ബെന്യാമിൻ സാറിനെ ഒരിക്കലും നമ്മൾ കാണത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു ഇതായിരുന്നു. ബഹ്റൈനിൽ നിന്ന് തിരിച്ചു വന്നത് അന്നേരം നമുക്ക് ഇവിടെ 60 ഞങ്ങളുടെ കമ്പനിയുടെ കോണ്ടാക്റ്റ് അവിടുത്തെ കഴിഞ്ഞ് ഒന്നാമത്തെ അല്ലെ 60 വയസ്സായപ്പോൾ പിന്നെ വിസ അങ്ങനെ അടിക്കാനും അവിടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വന്നത്.
ഒരുപാട് ദുഃഖിച്ചെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരു സന്തോഷം ഇപ്പോൾ നമുക്ക് ദൈവം തന്നു. എനിക്ക് തന്നെ പണ്ട് മുതലേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയായിരുന്നു. കാരണം ഞാൻ ഇത്രയും നാൾ അവിടെ കഷ്ടപ്പെട്ടിട്ടും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഒരാളുടെ മുറ്റത്തൂടെ പോകാതെ ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും അതൊരു വഴിയായിട്ടുള്ള ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴും അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്നും കൊന്നും നമുക്ക് ഓരോരുത്തരുടെ വീടിൻ്റെ ഭാഗത്തൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഒരു എവിടെയെങ്കിലും 5 സെൻറ്റ് സ്ഥലം മേടിച്ച് നല്ലൊരു വീട് വെക്കണമെന്നൊക്കെയുള്ള ചിന്ത മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ദൈവം ഇപ്പോൾ അത് വീട് വെച്ചില്ലെങ്കിലും എല്ലാം സാധിച്ചു തന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ല സന്തോഷത്തിലാണ് ഇപ്പം.